ഞങ്ങളുടെ ഈ മാംഗോ ഹൈവ്സ് ഫാമിലെ മാവുകളെ ഒന്ന് പരിചയപ്പെടുത്താം. റെയർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലാസ്റ്റ് പ്ലാന്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ മരം മുറിച്ചു പോയിട്ട് നാടൻ മാവ് പ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ തണ്ടുകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പലർക്കായിട്ട് വിതരണം ചെയ്തു. അതിലൊരു തൈ എനിക്ക് കിട്ടിയതാണ്. ജയിലർ എന്ന് പറയും. ഇമാം ബസന്ത് മാവാണ്. തളിർപ്പിൻ്റെ കൂടെ തന്നെ പൂവും മൊട്ടുകളാണ് വരുന്നത്. ഇത് ഹിയോജൈ എന്ന് പറയുന്ന ഒരു മാവാണ്. ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ കായ്ക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മളിതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ പിടിച്ച ഒരു മരമാണ്. എയർലി ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു മാവാണ്. ആ ബാഗ് വെച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പഴമായിട്ട് കിട്ടും. അങ്ങനെ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് കുടയുടെ രൂപത്തിൽ ഉണ്ടായി വരുള്ളൂ. കാരണം ഇതിന് ഗ്രോത്ത് സ്വല്പം കൂടുതലുള്ള മരമാണ്. എനിക്ക് ഏകദേശം ഒരു 20 വെറൈറ്റി തൈവാൻ്റെ മാവുകളുണ്ട്. മാവുകൾ കളക്ട് ചെയ്യുമ്പോൾ പല സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാൻ തൈകൾ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. നാംഡോക്മൈ ഗോൾഡ്, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ് 4 വെറൈറ്റി ഉണ്ട്. 4 വെറൈറ്റിയും എൻ്റെ ഈ ഫാമിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഈ മാംഗോ ഹൈവ്സ് ഫാമിലെ മാവുകളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ 100-300 വെറൈറ്റി മാവുകളുണ്ട്. ഇത് നാംഡോക്മൈ ഗോൾഡാണ്. നല്ല ഡോർഫായിട്ട് നിൽക്കുന്നു. ഇത് പ്രൂൺ ചെയ്ത് ആണ് ഈ ഷേപ്പിലാക്കിയിരിക്കുന്നത്. ചുവട് വെച്ച് അത് കട്ട് ചെയ്തിട്ട് പല ബ്രാഞ്ചുകളാക്കിയിട്ട് പ്രൂൺ ചെയ്ത് ഒരു കുടയുടെ ഷേപ്പിൽ ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഷോർട്ടായിട്ട് പൊക്കം കുറഞ്ഞ് കുടയുടെ ഷേപ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും പ്രോപ്പറായിട്ട് മാങ്ങകൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മാങ്ങകളെല്ലാം പുഴു കയറാതിരിക്കാനായിട്ട് ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗുകൾ വെച്ച് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ കവർ ചെയ്താൽ മാത്രമേ ഈ മാങ്ങകൾ നല്ല സേഫായിട്ട് പുഴുക്കത്തൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാവുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പ്രൂണിങ്ങും ട്രെയിനിങ്ങും ചെയ്തിട്ട് ഏകദേശം ഒരു കുടയുടെ രൂപത്തിൽ ഒരു 6-7 അടി പൊക്കമേ പാടുള്ളൂ. നമുക്ക് കൈകൊണ്ട് എല്ലാ മാങ്ങകളും പറിക്കാവുന്ന രീതിയിൽ ഈ മാവുകളെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയാലുള്ള ഗുണം നമുക്ക് അടുപ്പിച്ച് ഏകദേശം 10 അടി അകലത്തിൽ ഈ മാവുകൾ വെക്കാൻ സാധിക്കും. നോക്കിയാൽ ആ മാവ് കഴിഞ്ഞിട്ട് 10 അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മാവ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അടുത്ത മാവും ഏകദേശം ഒരു 10 അടിയിൽ ആണ്. ഇത് നീലമാവാണ്. ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള നീലമാവാണ്. ഇത് പൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെപ്റ്റംബർ മാസമാണ്, 2025 സെപ്റ്റംബർ 2025. ഇത് പൂത്തിട്ടുണ്ട്. ഈ പൂവുകൾ കരിഞ്ഞു പോകാൻ കാരണം നല്ല ഹെവി ആയിട്ടുള്ള മഴയായിരുന്നു കഴിഞ്ഞ മാസം. അതുകൊണ്ട് ഈ പൂക്കൾ കരിഞ്ഞു പോയി. പക്ഷേ വീണ്ടും പൂക്കും. സെപ്റ്റംബറിൽ ഇനി വെയിൽ വന്നു കഴിയുമ്പോൾ ഈ മാവ് നന്നായിട്ട് പൂക്കുകയും നന്നായിട്ട് കായകൾ ഉണ്ടാകുകയും ചെയ്യും. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ പിടിച്ച ഒരു മരമാണ്. ഇത് നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നതാണ്. നന്നായിട്ട് ഷേപ്പുണ്ട്. ഇതിൻ്റെ കൊമ്പുകളുടെ മുകളിൽ നമുക്ക് കയറിയിട്ട് മാങ്ങകൾ പറിക്കുകയും അതുപോലെ ഫ്രൂട്ടിംഗ് ബാഗ് കവർ ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം ഒരു സ്വല്പം വലുപ്പം കൂടിയ ഒരു മാവാണിത്. ഇത് നമ്മുടെ ഇമാം ബസന്ത് മാവാണ്. നല്ല ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് എയർലി ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു മാവാണ്. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് മഴയുള്ളതുകൊണ്ടാണ് കുറച്ച് കരിഞ്ഞു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല പൂങ്കുലകൾ ഉണ്ടാകുകയും ചെറിയ കണ്ണിമാങ്ങകൾ പിടിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. ഡോർഫായിട്ട് നിൽക്കുന്ന ഒരു മാവാണ്. ഇവിടെ അടുത്ത പൂക്കൾ വരുന്നുണ്ട്. കണ്ടോ, ഈ തളിർപ്പിൻ്റെ കൂടെ തന്നെ മൊട്ടുകളാണ് വരുന്നത്. ഇത് നല്ല സീസണാണെങ്കിൽ, അതായത് മഴ അധികം പെയ്യാതെ നല്ല വെയിലാണെങ്കിൽ നിറച്ച് കായകളുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് ഇമാം ബസന്തിൻ്റേത്. ഇത് R2E2 ആണ്. ഓസ്ട്രേലിയൻ മാവാണ്. നല്ല ഫ്രൂട്ടാണ്. കാണാൻ അതിമനോഹരം, റൗണ്ടായിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോകൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് സ്വല്പം പൊക്കം കൂടി വളരുന്ന ഒരു ട്രെൻഡുള്ള മാവാണ്. നല്ല കളർഫുള്ളാണ്. മധുരം സ്വല്പം കുറവായിരിക്കും, പക്ഷെ നല്ല കളർഫുള്ളാണ്. നല്ല ഷേപ്പാണ്. ഏകദേശം 1.5 കിലോ വലിപ്പം വരും. മാങ്ങയുടെ എണ്ണം കുറവായിരിക്കും. കൊലയിൽ ഒരു മാങ്ങ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷെ നല്ല കളർഫുൾ മാവാണ്. R2E2 ഓസ്ട്രേലിയൻ മാവാണ്. ഇത് നാസിക് ബസന്താണ്. ഇതിന് സ്വല്പം കേട് കൂടുതലായിരിക്കും. അതാണ് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത. കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോകും. ഇല തീരെ നാരോ ആയിട്ടുള്ള ഇലകളാണ്. നാസിക് ബസന്ത് നല്ല പഴമാണ്. നല്ല സ്മെല്ലാണ്. മഞ്ഞ കളറ്. പഴത്തിന് സ്വല്പം കേട് കൂടുതൽ ഉണ്ടാകാറുണ്ട്. ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗുകൾ, പേപ്പറിൻ്റെ ബാഗുകൾ കിട്ടും. ആ ബാഗ് വെച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പഴമായിട്ട് കിട്ടും. നല്ല സ്മെല്ലാണ്. നല്ല സ്വീറ്റ് പൾപ്പാണ്. നല്ല കളറാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിരിക്കും.
നല്ലൊരു മാവാണ്. പെട്ടെന്ന് കഴിഞ്ഞ വർഷമൊക്കെ കായുണ്ടായതാണ്, പെട്ടെന്ന് കായുണ്ടാവും. കേട് കൂടുതലാണ്, അതാണ് ഈ മാവിൻ്റെ ഒരു ന്യൂനത. പല കൊമ്പുകളും ഉണങ്ങിപ്പോവും, പക്ഷേ അതിനനുസരിച്ച് പുതിയ കമ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിക്കോളും. ഇത് ഹിയോജൈ എന്ന് പറയുന്ന ഒരു മാവാണ്, തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇത് ഗ്രോത്ത് കൂടുതലുള്ളൊരു മാവാണ്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, നല്ല കട്ടിയുള്ള വലിപ്പം കൂടിയ ഇലകളാണ്. അധികം രോഗങ്ങളൊന്നുമില്ല. ഇത് ഞാൻ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്, കുടയുടെ ഷേപ്പിൽ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്രാഞ്ചുകൾ താഴത്തേക്ക് താഴ്ന്നു വരാൻ വേണ്ടിയിട്ട് ഇത് കയറി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് കുടയുടെ രൂപത്തിൽ ഉണ്ടായി വരുള്ളൂ. കാരണം ഇതിന് ഗ്രോത്ത് സ്വല്പം കൂടുതലുള്ള മരമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ കയറ് കെട്ടി താഴത്തേക്ക് വളച്ച്, ബ്രാഞ്ചുകൾ വളച്ച് നിർത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഷേപ്പായിട്ടുണ്ട്, ഒരു കുടയുടെ ഷേപ്പായിട്ടുണ്ട്. ഇനി ഈ വർഷം മിക്കവാറും ഇത് പൂക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം പൂത്തിട്ടില്ല, ഈ വർഷം പൂക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വളർച്ച ഈ മാവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നാംഡോക്മയുടെ ഗ്രീനാണ്. നമ്മൾ നേരത്തെ ഒരു ഗോൾഡൻ കണ്ടിരുന്നു, അതിൻ്റെ ഗ്രീൻ ആണ്. ഇതിന് പഴങ്ങൾക്ക് സ്വല്പം വലിപ്പം കൂടും. ഗോൾഡനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ വലിപ്പം കൂടിയ പഴമാണ്, പച്ച കളറായിരിക്കും. പഴുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളർ വരും, നന്നായിട്ട് കായ്ക്കും. നാംഡോക്മയുടെ ഒരു പ്രത്യേകത, ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ കായ്ക്കും. ഒരു 3-4 വർഷമായി കഴിയുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങും. ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്, നന്നായിട്ട് കായ്ച്ചതാണ്, നല്ല ഷേപ്പിൽ വരും. ഇലകൾക്കൊന്നും കാര്യമായിട്ട് കേടില്ല, അതുപോലെ തണ്ടുകൾക്കും കേടില്ലാത്ത ഒരു വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്, ആൾക്കാർക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നാംഡോക്മയുടെ ഗ്രീന്. അതുപോലെ തന്നെ പർപ്പിള്, ഗോൾഡ്, വൈറ്റ് അത്ര നല്ലതല്ല, എങ്കിൽ തന്നെയും ഗ്രീനും ഗോൾഡുമാണ് ഏറ്റവും നല്ലത്. കേട് വളരെ കുറവാണ്, നല്ല സ്വീറ്റാണ്, പക്ഷേ ഫ്ലേവർ ലാക്കിംഗ് ആണ്, ഫ്ലേവർ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നല്ലൊരു വെറൈറ്റി മാവാണ്, തായ്ലൻഡ് വെറൈറ്റിയാണ്. കാറ്റിമോൺ എന്ന് പറയും, ചൊക്കാനൻ എന്നും വിളിക്കലുണ്ട്. നല്ല പഴമാണ്, ധാരാളമായിട്ടുണ്ടാവും, ചെറുപ്പത്തിലെ കായകളുണ്ടാവും. മഞ്ഞ കളറായിരിക്കും, ഗോൾഡൻ കളറായിരിക്കും, കാണാൻ അതിമനോഹരമാണ്. കൊലകളായിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മളിതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഞെട്ട് കണ്ടോ, നല്ല നീളമായിരിക്കും ഞെട്ടിന്. കാറ്റ്മൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഏകദേശം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ലീഫിൻ്റെ മാർജിൻസൊക്കെ പോകുന്നത്. ലീഫ് ഞെട്ട് വളരെ നീളക്കൂടുതലായിരിക്കും, ഉണ്ടോ? അത് കാറ്റ്മൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കാറ്റ്മൻ്റെ ഒരു പല വേരിയൻസ് ഉണ്ട്, എൻ്റെ കയ്യിലൊരു 4 വേരിയൻസ് ഉണ്ട്. അത് ചിലതിൽ നന്നായിട്ട് കായ്ക്കും, ചിലതിൽ അത്ര കായ്പിടുത്തം കുറവാണ്. കാരണം ഇത് ഈ വേരിയൻസ് വരാൻ കാരണം ഇതിൻ്റെ സീഡിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സപ്ലയേഴ്സ് ചില സമയത്ത് വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കായ് പിടിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല വേരിയൻസ് വരാൻ കാരണം. അപ്പോൾ പലപ്പോഴും നമ്മൾ മാവുകൾ കളക്ട് ചെയ്യുമ്പോൾ പല സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാൻ തൈകൾ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. അതിലേതെങ്കിലുമൊക്കെ 1-2 എണ്ണം നല്ല വേരിയൻസ് നമുക്ക് ലഭിക്കും. ഇത് നല്ലൊരു വേരിയൻസാണ്. അതുപോലെ മോശം കാറ്റ്മൻ്റെ വേരിയൻറ്റും എൻ്റെ കയ്യിലുണ്ട്. ഇത് നല്ലൊരു വേരിയൻ്റാണ്, നല്ല രീതിയിൽ കായ്ക്കും. കഴിഞ്ഞ വർഷം നന്നായിട്ടുണ്ടായി, നല്ല ഷേപ്പിൽ വളരും. കാറ്റ്മണും നാംഡോക്കുമായി പോലെ നല്ല രീതിയിൽ തുടക്കക്കാർക്കും വളർത്താവുന്ന ഒരു മാവാണ്. ചെറുപ്പത്തിൽ തന്നെ 3-4 വർഷമായി കഴിയുമ്പോൾ തന്നെ ഇതിൽ കായ്കൾ പിടിക്കും. നല്ല രീതിയിൽ കായ്കളുണ്ടാവും, നല്ല മഞ്ഞ കളറാണ്, നല്ല സ്വീറ്റാണ്. നാംഡോക്കുമായി പറയുന്ന പോലെ തന്നെ അതിന് ഫ്ലേവർ കുറവായിരിക്കും, ഫ്ലേവറും സ്മെല്ലും കുറവാണ്. ഇത് മറ്റൊരു മാവാണ്, റെഡ് ഐവറി, തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടോ, നല്ല വലുപ്പമുള്ള ഇലകളാണ്, നല്ല റെഡ് കളറ് മാങ്ങകളുണ്ടാവും. ഇതിൽ കായ്ച്ചിട്ടില്ല, കഴിഞ്ഞ വർഷമൊന്നും ഇത് കായ്ച്ചിട്ടില്ല. ഈ വർഷം കായ്ക്കാൻ മാത്രമുള്ള ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ വർഷം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല പച്ച നിറത്തിലുള്ള ഇലകളാണ്, നല്ല വലുപ്പമുള്ള ഇലകളാണ്. മിക്കവാറും ഈ വർഷം കായ്ക്കാൻ സാധ്യതയുണ്ട്. റെഡ് ഐവറി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു തൈവാൻ വെറൈറ്റിയാണ്. എനിക്ക് ഏകദേശം ഒരു 20 വെറൈറ്റി തൈവാൻ്റെ മാവുകളുണ്ട്. അതിൽ വെറൈറ്റി 1, 2, 3 അങ്ങനെ നമ്പറാണ് നമുക്ക് കിട്ടുമ്പോൾ അതിലുണ്ടാകുക. അതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ പേര് അറിയില്ല. ഇത് നല്ലൊരു മാവാണ്, കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചു, നല്ല വലിപ്പമുള്ള മാങ്ങകളാണ്, നന്നായിട്ട് കായ്ച്ചൊരു മാവാണ്. കേടുകളും കുറവാണ്, നല്ല
സ്വീറ്റാണ്, അതുപോലെ നല്ല സ്മെല്ലുണ്ട്. ഇതൊരു ഫെറമോൺ ട്രാപ്പാണ്. ഫ്രൂട്ട് ഫ്ലൈ അതുപോലെ ഈ പുഴു കായീച്ചേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫെറമോൺ ട്രാപ്പാണ്. ഇത് ഇടയ്ക്ക് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മറ്റൊരു കാറ്റുവൺ മാവാണ്. ഇതിന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, ഇലയൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇലയുടെ ആ ഞെട്ട് കണ്ടോ, ഞെട്ട് നല്ല നീളം ഉണ്ടാവും. ഇത് വേറൊരു സ്ട്രെയിൻ കാറ്റുവണാണ്, വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് മാങ്ങ ചെറുതായിരിക്കും, വലിപ്പം കുറവായിരിക്കും, നിറച്ചുണ്ടാവും. കഴിഞ്ഞ വർഷം ഈ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായതാണ്. വലിപ്പം കുറവാണ്, മറ്റ് കാറ്റുവണിൻ്റെ അത്രയും വലിപ്പമില്ല. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് കളറും സ്വല്പം കുറവായിരിക്കും, പക്ഷേ ധാരാളമായിട്ടുണ്ടാവും. രുചി കാറ്റുവണിൻ്റെ തന്നെയാണ്. കാറ്റുവണിൻ്റെ മറ്റൊരു വേരിയൻ്റാണ്, നിറച്ച് കായ്ക്കും. ഇത് നാംഡോക്മയുടെ പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറ് നല്ല വലിപ്പമുള്ള പഴമാണ്. ഇവിടെ ഉണ്ടായിട്ടില്ല, ഇതേവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഈ തോട്ടത്തിലുള്ള മാവുകളെല്ലാം തന്നെ ഏകദേശം 5 വർഷത്തിൽ കൂടുതൽ വളർച്ചയായി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 20 മാവുകൾ പൂത്തിട്ടുണ്ട്. ഈ വർഷം ബാക്കി കുറച്ചെങ്കിലും മാവുകൾ പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പൂക്കാൻ സാധ്യതയുണ്ട്. നാംഡോക്മായി പർപ്പിൾ. ഇതൊരു ഡ്രാം ഫ്രൂട്ടാണ്, മലേഷ്യൻ റെഡ് എന്ന് പറയും. ഇതിലൊരു 5-6 പ്രാവശ്യം ഈ സീസണിൽ കായ്കളുണ്ടായതാണ്. വീണ്ടും മുട്ട ഉണ്ടായിരിക്കുന്നത് കണ്ടോ, ഇവിടെ മുട്ടകൾ 3 മുട്ട ഉണ്ടായിട്ടുണ്ട്. ഇതൊരു 5 പ്രാവശ്യം കായ്കളുണ്ടായി കഴിഞ്ഞു. ഇത് മിക്കവാറും ലാസ്റ്റ് ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇത് മുട്ടാണ്, അതുപോലെ തന്നെ ഇതും മുട്ടാണ്. ഇതൊരു റെയർ വെറൈറ്റി, നമ്മുടെ നാടൻ വെറൈറ്റിയാണ്, ജയിലർ എന്ന് പറയും. ഇത് കഴിഞ്ഞ വർഷവും പൂത്തു, ഈ വർഷവും പൂത്ത്. ഇത് റെയറാണ് ഈ പ്ലാന്റ്. റെയർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലാസ്റ്റ് പ്ലാന്റ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ മരം മുറിച്ചു പോയിട്ട് നാടൻ മാവ് പ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ തണ്ടുകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പലർക്കായിട്ട് വിതരണം ചെയ്തു. അതിലൊരു തൈ എനിക്ക് കിട്ടിയതാണ്, ജയിലർ എന്ന് പറയും. ഇതിൻ്റെ ഒരു ന്യൂനത, ഇതിൻ്റെ കമ്പ് ഉണക്കം ഉണ്ടാവും. കണ്ടോ, ഈ കമ്പ് 3 കമ്പുള്ളതിൽ ഒരെണ്ണം ഉണങ്ങിപ്പോയി. രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ പെട്ടെന്ന് കായ്ക്കും. ഇത് കഴിഞ്ഞ വർഷം പൂത്തു, ഈ വർഷം നന്നായിട്ട് പൂത്തു. മഴ കാരണം കുറച്ചൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂങ്കുല ആണ്. അതുപോലെ ഇവിടെ എല്ലാം പൂങ്കുലകളുണ്ട്, അതൊക്കെ ഉണങ്ങിപ്പോയതാണ്. ജയിലർ എന്നാണ് ഈ മാവിൻ്റെ പേര്. കഴിഞ്ഞ വർഷം പൂത്തെങ്കിലും എനിക്ക് കാ കിട്ടിയില്ല, അതുകൊണ്ട് ഇതിൻ്റെ രുചിയെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷേ ഇത് വളരെ പോപ്പുലറായിട്ടുള്ള കേരളത്തിലെ ഒരു നാടൻ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടൻ വെറൈറ്റിയാണ്. ചന്ദ്രക്കാരൻ എന്നാണ് പറയുക. വളരെ ചെറിയ മാങ്ങകൾ, നാടൻ മാങ്ങകൾ കൊല കുത്തി ഉണ്ടാവും. ഇത് ഈമ്പി കുടിക്കാനും അതുപോലെ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ്. കൊല കുത്തി മാങ്ങകളുണ്ടാവും. ഇത് സ്വല്പം ലേറ്റായിട്ടായിരിക്കും ഇതിൽ മാങ്ങകളുണ്ടാകുക. അത് ഈ മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷമൊന്നും പൂത്തിട്ടില്ല, ഈ വർഷം പൂക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ പൂത്തുണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് കായകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഇത് ആൾട്ടർനേറ്റ് ബെയറാണ്. ഒന്നിടവിട്ട വർഷങ്ങളിൽ മാത്രമേ ഇതിൽ മാങ്ങകൾ പിടിക്കുകയുള്ളൂ. കേട് സ്വല്പം കൂടുതലുണ്ട്, അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ചെറിയ കേടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കേട് വന്നാലും കുഴപ്പമില്ല, നല്ല ബുഷിയായിട്ട് നല്ല കരുത്തോടു കൂടി വളരുന്നതായതുകൊണ്ട് 1-2 കൊമ്പ് പോയാലും ധാരാളം കമ്പുകൾ ഉണ്ടാവും. ഇതുപോലെയുള്ള 1-2 മാവുകൾ നമ്മൾക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം, മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാം. അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഒരു 20 ലിറ്റർ പെയിൻറ്റ് ബക്കറ്റ്, അതിനകത്ത് മണ്ണും ചാണകമൊക്കെ നിറച്ച് ഇതുപോലെയുള്ള മാവുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങകൾ ലഭിക്കും. ഇത് നോക്കിക്കോ, ഇത് നിറച്ച് പൂത്തിരിക്കുന്നത് കണ്ടോ, ഇവിടെ എല്ലാം പൂത്തിട്ടുണ്ട്. ഒരു 1.5 വർഷം പ്രായമുള്ള മാവാണ്. അപ്പം ഇതുപോലെയുള്ള മാവുകൾ വെച്ചാൽ മതി. ഇത് പൂത്തിരിക്കുന്നത് ഞാൻ ഹോർമോണോ രാസവസ്തുക്കളോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. ഇതൊരു ഓൾ സീസൺ മാവാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ പൂത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള മാവുകൾ നമുക്ക് നഴ്സറികളിൽ ലഭ്യമാണ്. മൂവാണ്ടൻ, അതുപോലെ കർപ്പൂരം, താളിമാവ്, അങ്ങനെയുള്ള മാവുകളെല്ലാം നന്നായിട്ട് കായ് പിടിക്കും, പെട്ടെന്ന് കാ പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങകൾ അതിൽ നിന്ന് ലഭിക്കും. പെട്ടെന്ന് കായ്ക്കുന്ന മാവുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ധാരാളം മാങ്ങകൾ ലഭിക്കും. ഇതിപ്പം മഴക്കാലമായതുകൊണ്ടാണ് ഈ മാങ്ങയുടെ മുകളിൽ സ്വല്പം കറുത്ത പാടുകൾ വന്നിരിക്കുന്നത്. വേനലാണെങ്കിൽ ഇത് നല്ല കാണാൻ അതിമനോഹരമായ മാങ്ങകളായിരിക്കും. അപ്പം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇതുപോലെയുള്ള വിഷരഹിതമായ ധാരാളം മാങ്ങകൾ ലഭിക്കും.
അതുകൊണ്ട് എല്ലാവരും തന്നെ 1-2 മാവുകൾ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് വയ്ക്കുക. ധാരാളം മാങ്ങകൾ നമുക്ക് ലഭിക്കും.